ഹലോ ഫ്രണ്ട്സ്, ബ്ലസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനായ സിനിമയായിരുന്നു ആടുജീവിതം. സിനിമ ഒരു ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ തന്നെയായിരുന്നു. ഏകദേശം ഒരു 4-5 വർഷത്തെ കഷ്ടപ്പാട് തന്നെ അവരെല്ലാവരും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലം നമുക്ക് സിനിമയെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ ആ ഒരു പെർഫോമൻസ്. ആടുജീവിതത്തിന് ശേഷം ബ്ലസ്സി വീണ്ടും പൃഥ്വിരാജിനെ വെച്ച് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നതൊക്കെയാണ് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വരുന്നത്. ഇപ്പോൾ മലയാള സിനിമയിൽ അത്യാവശ്യ പ്രതീക്ഷയും നല്ല വിശ്വാസമുള്ള സംവിധായകനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ബ്ലസ്സി എന്ന് വേണേൽ തന്നെ പറയേണ്ടി വരും. എൻ്റെ പൊന്നോ, ഈ അപ്ഡേറ്റ് ഞാൻ പറയാതിരിക്കുകയാണ് ഭേദം. ഇപ്പോൾ ഒരു ചെറിയൊരു റൂമർ പൊങ്ങി വരുന്നുണ്ട്. L3 അസ്രിയേൽ അത് ഡ്രോപ്പായെന്നും പറഞ്ഞാണ് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പൊങ്ങി വരുന്നത്. ഇത് ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ്. നിങ്ങൾ ആരും തന്നെ വിശ്വസിക്കില്ല. എവിടെയും ഒഫീഷ്യൽ എവിടെയും തന്നെ പറഞ്ഞിട്ടില്ല. പേഴ്സണലായിട്ട് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ വെറും തള്ളാന്ന് പറഞ്ഞുകൊണ്ട്. അതും ജസ്റ്റ് ഒരു റൂമറായിട്ട് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ചിയാൻ വിക്രമിൻ്റെ മകനായ ധ്രുവ് വിക്രം നായകനായ പുതിയ സിനിമയായിരുന്നു ബൈസൻ. സിനിമ തിയേറ്ററിലേക്ക് ഒരു ഹിറ്റ് തന്നെയായിരുന്നു. ഇപ്പോൾ ഇത് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് നടത്താൻ പോവുകയാണ്. സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഈ മാസം 21-ാം തീയതിയായിരിക്കും സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്.